السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. صدق الله مولانا العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. حب النبي ومدحه خير العمل، وعسى الإله به يبلغه الأمل، وله بنيل شفاعة طه كفل، عند الإله منعما تنعيما. صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على سيدنا محمد وعلى سيدنا محمد. പ്രിയ സഹോദരങ്ങളെ, ലോകത്തെ ഐനുർ റഹ്മത്തായ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ലഘു ചരിത്ര പഠനം, പരിചയം, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും അതാവാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ വാക്കും പ്രവൃത്തിയും അനുവാദങ്ങളും ആ ജീവിതം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അത് തന്നെയാണ് ദീന്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കുക സാധ്യമല്ല. എന്നാൽ അവിടുത്തെ ജനനവും അതുപോലെ തന്നെ പ്രവാചകത്വ ലബ്ധിയും ഹിജ്റയും എന്തിനേറെ ഇഹലോകവാസം വെടിഞ്ഞ് റഫീഖുൽ അഅ്ലായിലേക്ക് നീങ്ങിയതുമൊക്കെ ചരിത്രങ്ങളുടെ നീണ്ട പട്ടികകൾ വിളിച്ചോതുന്ന റബീഉൽ അവ്വൽ മാസം ചരിത്രപരമായ കാരണങ്ങളാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനും അനുസ്മരിക്കാനും ഏറെ അനുയോജ്യമാണ് എന്നതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ റബീഉൽ അവ്വൽ പറക്കുമ്പോൾ ഹബീബുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും അവിടുത്തെ ഗുണഗണങ്ങളും അവിടുത്തെ മദ്ഹുകളും എല്ലാം സർവോപരി വർദ്ധിപ്പിക്കുന്നത്. ആ നിലക്ക് മഹത്തായ നമ്മുടെ മഅദിൻ, അതിൻ്റെ ചരിത്രപ്രസിദ്ധമായ വൈസനിയം, ആയി മുന്നോട്ട് പോകുന്ന ഈ പ്രത്യേക ഘട്ടത്തിൽ വൈസ്യനയത്തിൻ്റെ ഭാഗം എന്ന നിലക്ക് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചൊരു ലഘുപരിചയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ റമദാനിൽ സൂചിപ്പിച്ചതുപോലെ ഈ റബീഉൽ അവ്വലിൽ വൈസനിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ദിവസങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ചെറുതായി പരിചയപ്പെടാം. ചെറുതായി പരിചയപ്പെടാന്ന് പറഞ്ഞാൽ വിശദമായി പറയണമെങ്കിൽ ഇസ്ലാം മുഴുവനും തന്നെ, ഇസ്ലാമിൻ്റെ അകവും പുറവും എല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നിട്ട് വേർപ്പെട്ടുകൊണ്ടൊരു ഇസ്ലാമില്ല. ഇസ്ലാമിനെ സമ്പൂർണവും സമഗ്രവുമായ ഒരു പഠനം നടത്തുമ്പോഴേ ആ ചരിത്രം പൂർണ്ണമാവൂ. അതിന് നമുക്ക് ഏതാനും ദിവസങ്ങൾ പോരാ. ഇവിടെ ഒരു ലഘു പരിചയം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ബഹുകോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുന്നതും കാണാത്തതുമുണ്ട്. ഉപരിലോകത്തും ഈ താഴെ ലോകത്തുമായി ഒരുപാട് പരന്നു കിടക്കുന്നു. ഈ സൃഷ്ടിജാലങ്ങളിൽ ബുദ്ധിജീവികളെ അല്ലാഹു തആല മറ്റ് സൃഷ്ടികളെക്കാൾ ബഹുമാനിച്ചു. അത് 3 വിഭാഗമാണ്. ഒന്ന് മലായിക്കത്തുൽ കിറാം, മുഖറബുകളായ അള്ളാഹുവിൻ്റെ പുണ്യാത്മാക്കളായ സൃഷ്ടികളാണ് മലായിക്കത്ത്. രണ്ടാമത്തേത് മനുഷ്യൻ, മൂന്നാമത്തേത് ജിന്ന്. ഇങ്ങനെ 3 വിഭാഗങ്ങൾ മാത്രമാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ബുദ്ധിജീവികൾ എന്ന് പറയാൻ പറ്റുന്നത്. ഈ 3 വിഭാഗത്തിൽ ഉത്തമരാണ് മനുഷ്യർ. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യവർഗത്തെ നിശ്ചയം നാം ആദരിച്ചിരിക്കുന്നു. മലക്കുകളെക്കാളും ജിന്നുകളെക്കാളും മനുഷ്യവർഗത്തിനാണ് ബഹുമാനം. എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചല്ല പറയുന്നത്, മനുഷ്യവർഗം എന്ന അടിസ്ഥാനത്തിൽ, അഥവാ മനുഷ്യരിൽപ്പെട്ട ഖവാസുന്നാസ്, അല്ലാഹുവിൻ്റെ അംബിയ മുർസലുകൾ, അവര് മലായിക്കത്തിൽപ്പെട്ട ഖവാസുൽ മലായിക്കത്ത് അഥവാ മുഖറബുകളായ മലഉൽ അലയും പ്രധാനപ്പെട്ട 10 മലക്കുകളും ഉൾപ്പെടെയുള്ള ഖവാസുൽ മലായിക്കത്തിനേക്കാളും അള്ളാഹുവിൻ്റെ മനുഷ്യ സൃഷ്ടികളിൽപ്പെട്ട അംബിയ മുർസലുകളാണ് മഹാന്മാർ. എന്നാൽ അവാമുൽ മലായിക്കത്തിനേക്കാൾ മഹത്വമുണ്ട് അവാമുൽ ഇൻസിന്. മനുഷ്യരിൽപ്പെട്ട അംബിയാക്കളല്ലാത്ത സ്വാലിഹ്യങ്ങൾ, അവരാണ് ഇവിടെ അവാമുൽ ഇൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബിമാരും മുർസലീങ്ങളും അല്ലാത്ത സച്ചരിതരായ സ്വാലിഹികളായ മോമിനുകളാണ് നേരത്തെ പറഞ്ഞ മലഉൽ അലയാവുന്ന മുഖറബുകളായ മലായിക്കത്ത് അല്ലാത്ത മറ്റ് സാധാരണ മലായിക്കത്തിനേക്കാളും മഹത്വം അർഹിക്കുന്നവർ. അപ്പം മനുഷ്യവർഗത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലായിക്കത്തിനേക്കാൾ ശ്രേഷ്ഠം, ബഹുമാനം, ആദരവ് കൊടുത്തു എന്ന് പറയുമ്പോൾ നീട്ടിപ്പരത്തി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് കൂടുതൽ ഇറങ്ങി വരുന്നില്ല. മലായിക്കത്ത് അവരുടെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിൻ്റെ ത്വാഅത്ത് മാത്രമേ ഉള്ളൂ. അവർ ചെയ്യുന്നത് ചെറുതായിട്ടല്ല. അവർക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രകൃതി തന്നെ അവരുടെ സൃഷ്ടിപ്പിലില്ല. അവർ അള്ളാഹുവിൻ്റെ കൽപ്പന എന്തോ അതപ്പടി ലായാസൂനല്ലാഹ മാമറഹും വയഫ്അലൂന മാ യുമറൂൻ ഖുർആൻ തന്നെ പറയുന്നു. അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് എതിരെ അവർ ചെയ്യില്ല, ചെയ്യാൻ അവർക്ക് പറ്റില്ല. വയഫ്അലൂന മാ യുമറൂൻ, ആജ്ഞാപിക്കപ്പെട്ടത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വശം മാത്രമേ ഉള്ളൂ, അവരെല്ലാവരും മഹത്തുക്കളാണ്, ആദരണീയരാണ്. മനുഷ്യൻ അങ്ങനെയല്ല. നന്മയിലേക്കും തിന്മയിലേക്കും പ്രചോദനമാകുന്ന 2 ശക്തികൾ തുല്യമാണ് മനുഷ്യരിൽ. അപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ മുന്നേറണമെങ്കിൽ അവന് 2 ഡ്യൂട്ടി ചെയ്യാനുണ്ട്. ഒന്ന്, വിരുദ്ധ ശക്തിയോട് മല്ലിടുകയും അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ മുന്നേറുകയും വേണം. 2 ജോലി ചെയ്യുന്നു മനുഷ്യൻ എന്നതുകൊണ്ട് 1 ജോലി ചെയ്യുന്ന മലായിക്കത്തിനേക്കാൾ അവർ ഉന്നതന്മാരാണ് എന്ന് ചുരുക്കം. അത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തെറ്റിലേക്കുള്ള പ്രചോദനം, അതിനെ തടയിട്ട് ആ വഴിയിലേക്ക് പോകാതെ അബദ്ധവശാൽ വല്ലപ്പോഴും പോയാൽ ഉടനെ പശ്ചാത്തപിച്ചു മടങ്ങി നന്മയിലേക്ക് മുന്നേറുമ്പോൾ ഒരേ സമയത്ത് 2 ഉത്തരവാദിത്വമാണ് മനുഷ്യൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ മലക്കിനേക്കാൾ കൂടുതൽ മഹത്വം അർഹിക്കുന്നു. ഏത് മനുഷ്യൻ അള്ളാഹു ഉൾപ്പെടാതെ ഇച്ഛക്കനുസരിച്ച് യഥേഷ്ടം ജീവിക്കുന്നവരെ സംബന്ധിച്ചല്ല ചർച്ച, മറിച്ച് സ്വാലിഹീങ്ങളായ മുഅ്മിനുകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകളും ഉൾക്കൊള്ളുന്ന മനുഷ്യരിലുള്ള ഉത്തമന്മാരെ സംബന്ധിച്ചാണ് ചർച്ച. ചുരുക്കട്ടെ, എന്നാൽ ഈ ഉത്തമ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യവർഗത്തിൽ ഏറ്റവും മഹത്വം അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾക്കാണ്.
കാരണം അവർ അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുകയും ഒരു തെറ്റും ചെയ്യാതെ തെറ്റിനെ തൊട്ടൊക്കെ കാവലാക്കപ്പെട്ട മഅസൂമുകളും ആയതോടു കൂടി ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളുമാവുന്ന ബുദ്ധിജീവികൾക്ക് സത്യത്തിൻ്റെയും സനാതന മൂല്യങ്ങളുടെയും വഴികാട്ടികളാണ് അവർ, മാർഗദർശികളാണ്. അതുകൊണ്ട് ബഹുകോടി വരുന്ന മനുഷ്യരുടെയും ജിന്നുകളുടെയും നന്മയുടെ കാരണക്കാർ എന്ന നിലക്ക് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ മറ്റുള്ളവരെക്കാൾ ഉന്നതന്മാരാണ്. എന്നാൽ അമ്പിയാക്കളും എല്ലാവരും തുല്യരല്ല. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, മനുഷ്യവർഗത്തിൽ മലക്കുകളെക്കാൾ ഉന്നതന്മാരായ അമ്പിയാ മുർസലുകൾ അവർ എല്ലാവരും തുല്യ പദവിക്കാരല്ല, മറിച്ച് തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. അമ്പിയാ മുർസലുകൾ തന്നെ ചിലരെ മറ്റു ചിലരെക്കാൾ നാം ശ്രേഷ്ഠത കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത്. അല്ലാഹു തആല മലക്കിൻ്റെ മാധ്യമമില്ലാതെ നേർക്കുനേരെ സംസാരിച്ച ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ളവരും വറഫഅ ബഅദഹും ദറജാത്ത്, അതിൽപ്പെട്ട മഹാനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റേത് സൃഷ്ടിക്കും നൽകിയിട്ടില്ലാത്ത ധാരാളം പദവികൾ കൊടുത്ത് നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ബഅദ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇജ്മാ ഉണ്ട്. അവിടെ രണ്ടഭിപ്രായമില്ല. ഇപ്പറയുന്ന ബഅദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് യഥാർത്ഥത്തിൽ സർവ സൃഷ്ടികളുടെയും സമ്പൂർണ്ണ രൂപം, അതല്ലെങ്കിൽ എല്ലാ പരിപൂർണതയുടെയും ജീവിക്കുന്ന ഉദാഹരണം. അവിടത്തേക്കില്ലാത്ത ഒരു മഹത്വം, ഒരു സമ്പൂർണത ലോകത്തൊരു സൃഷ്ടിക്കും അല്ലാഹു നൽകിയിട്ടില്ല. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നത് കാണാം, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽഗുണങ്ങൾ എന്ന് പറയുന്ന, നല്ലതെന്ന് പറയാൻ പറ്റുന്ന ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ സമ്പൂർണമായി ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പെടാത്ത ഒരു സദ്ഗുണം എന്നത് ഇനി ലോകത്ത് ഇല്ല തന്നെ. അതുകൊണ്ടാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലോകത്ത് ജീവിക്കുന്ന എക്കാലത്തുമുള്ള ഏത് ജനവിഭാഗത്തിനും ഏറ്റവും ഉത്തമ മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ദർശിക്കാനാവും. അവിടുന്ന് മാതൃകയില്ലാത്ത ഒന്ന് ഉത്തമമെന്ന് പറയാൻ ലോകത്ത് സാധ്യമല്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആൻ ശരീഫും നമ്മോട് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അമ്പിയാക്കളുടെ നേതാവായ, സകല സൃഷ്ടികളുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ തങ്ങള് ആണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയുടെയും നിദാനമായി അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. ഉടമക്കാരൻ, യജമാനൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് മഹത്വത്തിൻ്റെ, നന്മയുടെ, മാതൃകായോഗ്യമായ ജീവിതത്തിൻ്റെ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അല്ലാഹു തആല നേരത്തെ തന്നെ ആസൂത്രിതമായ സംവിധാനത്തിലൂടെ ആദം നബി അലൈഹിസ്സലാം തൊട്ട് സ്വന്തം പിതാവ് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിലും മഹദിയായ മാതാവ് ആമിന റളിയല്ലാഹു തആല അൻഹയിലും എത്തുന്നത് വരെ വരുന്ന തലമുറ മുഴുവനും വിശുദ്ധാത്മാക്കളും ലോകത്തിൻ്റെ മാതൃകാ പുരുഷന്മാരും എല്ലാ നിലക്കും മഹത്തുക്കളുമായ പരമ്പരയിലൂടെ അല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടില്ല. വിത്ത് ഗുണം 10 ഗുണം എന്നത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അതൊരു അനിഷേധ്യമായൊരു സത്യമാണത്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്നെ
അംഗീകരിച്ചത് കാണാം. ഒരിക്കൽ മഹാന്മാരായ സഹാബാക്കിറാമുകൾ, ഞാൻ വിഷയത്തിലേക്ക് വരാം, സഹാബാക്കിറാമുകൾ ചോദിക്കുകയുണ്ടായി, മൻ അക്രമുന്നാസി യാ റസൂലല്ലാഹ്, മനുഷ്യരിൽ ഏറ്റവും ആദരണീയൻ ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ നിലക്ക് മറുപടി പറഞ്ഞു, അക്രമുന്നാസി അത്ഖാഹു. ഖുർആനിൽ സൂറത്തുൽ ഹിജ്റാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യകുലത്തിൽ ഏറ്റവും ആദരണീയർ അള്ളാഹുവിന് ഏറെ തഖ്വ ചെയ്യുന്നവരാരോ അവരാണ്. അതറിയുന്ന സഹാബത്ത് ചോദ്യത്തിന്റെ ലക്ഷ്യം അതല്ല. ഉടനെ സഹാബാക്കിറാമുകൾ പറഞ്ഞു, ഇതല്ല ഞങ്ങളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം, ഇതല്ല ഞങ്ങളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം, അത് ഞങ്ങൾക്കറിയാം. ഫഅക്രമുന്നാസി യൂസുഫ് നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹ്. എങ്കിൽ അക്രമുന്നാസ് യൂസുഫ് നബി അലൈഹിസ്സലാമാണെന്ന് പറയാം. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ പ്രവാചകരിൽപ്പെട്ട നബിയും റസൂലുമാണ് യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ പിതാവ് മഹാനായ നബിയും റസൂലുമായ യാക്കൂബ് അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മഹാനായ നബിയും റസൂലുമായ ഇസ്ഹാഖ് അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദരണീയൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ലൈസൻ ഹാദാ നസ്അലുക യാ റസൂലല്ലാഹ്. അത് ഞങ്ങൾക്കറിയാം, അതല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം നബി തങ്ങൾക്കറിയില്ല, അതിലത്ര കാര്യമാക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇവിടെയാണ് കാര്യം എന്ന് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങൾ അങ്ങനെ പറയുന്നത്. ഉടനെ നബി തങ്ങൾ ചോദിച്ചു, ഫാൻ മആദിനിൽ അറബി തസ്അലൂനി, അഥവാ ഏറ്റവും ആദരണീയർ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ലക്ഷ്യം അറബി വംശങ്ങളിലെ ഗോത്രങ്ങൾ, ഈ ഗോത്രാടിസ്ഥാനത്തിൽ ഉത്തമ ഗോത്രം ഏതാണ് എന്നല്ലേ നിങ്ങളെ ചോദ്യത്തിൻ്റെ ലക്ഷ്യം? അതല്ലേ? ഖാലു നഅം, അതാണ് ഞങ്ങളെ ചോദ്യം. അതായത് ഖുറൈശികളും അല്ലാത്തവരുമായ ധാരാളം അറബി ഗോത്രങ്ങളുണ്ട്. ഈ അറബി ഗോത്രങ്ങളിൽ തന്നെ വ്യത്യസ്ത അവസ്ഥ സമൂഹത്തിൽ അലങ്കരിക്കുന്നവരുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ആദരണീയർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅക്റഫു നാസി ഫിൽ ജാഹിലിയത്തി അക്റമുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു. അതെ, ജാഹിലിയ കാലത്ത് തന്നെ മാന്യ തറവാട്ടിൽ ജനിച്ചു വളർന്ന, യോഗ്യരായ തറവാട്ടിൽ പിതാക്കളിലൂടെ വന്ന ആളുകൾ പരിശുദ്ധ ദീൻ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം പഠിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് മറ്റെല്ലാവരെക്കാളും മഹത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ തറവാടിത്വം തള്ളിക്കളയാൻ പറ്റില്ല. അത് പ്രത്യേകത തന്നെയാണ്, മഹത്വം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ മഹത്വവും ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളതോടുകൂടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉൾക്കൊള്ളുകയും അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ അല്ലാത്തവരെക്കാൾ ബഹുമാനമുണ്ട്. ഈ നിലക്ക് നോക്കുമ്പോൾ തറവാടിത്വത്തിന് 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നൊരു മഹത്വം അതിനുണ്ട്. പക്ഷേ അതുകൊണ്ട് സ്വന്തം ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഉന്നത തറവാടിയാണ്, വലിയ കുലത്തിൽ ജനിച്ചവനാണ്, വലിയ ഗോത്രക്കാരനും വംശജനുമാണ്. അതുകൊണ്ട് മാത്രം ആഖിറത്തിൽ യാതൊരു ഫലവും ലഭിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള ഉന്നത ഗോത്രത്തിലും കുലത്തിലും ജനിച്ചു വളർന്നവൻ പഠിച്ച് സംസ്കാര സമ്പന്നനായി ജീവിതം മാതൃകായോഗ്യമാകുമ്പോൾ മറ്റുള്ളവരെക്കാൾ മഹത്വമുണ്ട്. ഇതുകൊണ്ടായിരിക്കാം ആദം നബി അലൈഹിസ്സലാം തൊട്ട് സ്വന്തം പിതാവ് അബ്ദുള്ള എന്നവർ വരെയുള്ള പിതാക്കന്മാർ മുഴുവനും മാതാക്കളും മാതൃകായോഗ്യരും സംസ്കാര സമ്പന്നരും അവരവരുടെ ജീവിതകാലത്തെ ഏറ്റവും ഉന്നതന്മാരും ശ്രദ്ധേയരും ജനങ്ങളുടെ മാതൃകാ പുരുഷന്മാരുമായി മാത്രം ആ പാരമ്പര്യം വന്നത്. ധാരാളം ഹദീസുകളിലൂടെ അക്കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നീണ്ടു പരന്ന ഒരു ചർച്ചയിലേക്ക് പോയാൽ ആദം നബി അലൈഹി സ്വലാം തൊട്ട് ബഹുമാനപ്പെട്ട അബ്ദുള്ള വരെയുള്ള ഉപ്പാപ്പമാരെ കൃത്യമായി രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് പറയാം. പക്ഷേ അത്രയും നീണ്ടുപോകുമ്പോൾ നമ്മുടെ പരിമിതമായ ദിവസങ്ങൾ അത് നമ്മളെ സഹായിക്കില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനുണ്ട്.
ഇന്ന് ലോകത്ത് പറ്റിയ വലിയൊരു അബദ്ധം അള്ളാഹു തആല ഖുർആനിലൂടെ തന്നെ ചോദിക്കുന്നുണ്ട്. അം ലം യഅരിഫു റസൂലഹു ഫഹും ലഹു മുൻകിറൂൻ. അം ലം യഅരിഫു റസൂലഹും, അതല്ല അവരിലേക്ക് നിയോഗിക്കപ്പെട്ട തിരുദൂതർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് നന്നായി അറിയില്ലേ? അഥവാ ഖുറൈശികൾക്ക് നന്നായി അറിയാമല്ലോ. അറിയില്ല എങ്കിൽ ഫഹും ലഹു മുൻകിറൂൻ, അറിയാതെ വരുമ്പോൾ അവിടത്തെ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അറിവില്ലായ്മയാണ് പല നിഷേധത്തിൻ്റെയും കാരണം. കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റമ്പിയാക്കളും എന്ന് വരെ പറയുന്ന ചില ആളുകൾ ദൗർഭാഗ്യവശാൽ ഇന്ന് ലോകത്ത് അങ്ങിങ്ങായി ഒറ്റപ്പെട്ടവരെങ്കിലും ഉണ്ട്. അവരെ നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. അവരുടെ റസൂലിനെ സംബന്ധിച്ച് അവർക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയാ വരിക. അറിയാതിരുന്നാൽ നിഷേധിക്കും. കാരണം എല്ലാവരും ഒരുപോലെ തന്നെ ഒരു ഉമ്മ പ്രസവിച്ചതാണ്, ഒരു വാപ്പയ്ക്ക് ജനിച്ചതാണ്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്, സന്താനങ്ങൾ ജനിക്കുന്നുണ്ട്, അതുപോലെയുള്ള മാനുഷികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ കേവലം ഒരു സാധാരണ മനുഷ്യൻ നമ്മളെപ്പോലെ എന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമാണെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതിനുള്ള രോഗത്തിന് ചികിത്സിച്ചെങ്കിലല്ലാതെ ആരെയും വിമർശിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ അയാളെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല, ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഈയിടെ തൊടുപുഴ ഭാഗത്തൊരു കോളേജിലെ ഒരു അധ്യാപകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വളരെ നീചമായ രീതിയിൽ ചോദ്യമുണ്ടാക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പ്രകോപിതരായ ചില വിവരമില്ലാത്ത സാധുക്കൾ അദ്ദേഹത്തിന് കൈവെട്ടിയ കേസ് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഒരു ചിന്തയുള്ള അല്പം അറിവുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടി അഭിപ്രായപ്പെട്ടത് ആ ചെയ്തത് അവർ ചെയ്ത അവിവേകമാണ്. അത് രോഗത്തിനൊരു ചികിത്സയല്ല, മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ആധികാരികമായ ഒരു ചരിത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തിട്ട്, സാർ ദയവായി ഈ ചരിത്രം നിങ്ങൾ ഒരു 3 ആവർത്തി ആദ്യാവസാനം വായിക്കണമെന്ന് പറയലാണ് ആ രോഗത്തിനുള്ള ചികിത്സ. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന സത്യസന്ധമായ ഒരു ചരിത്ര ഗ്രന്ഥം ആദ്യാവസാനം ഒരാൾ വായിച്ചാൽ അത് ഏത് മതവിശ്വാസിയാവട്ടെ, മതനിഷേധിയാവട്ടെ, ഇസ്ലാമിൻ്റെ കഠിന ശത്രുവാവട്ടെ, മനുഷ്യത്വം എന്നൊന്നു ഉണ്ടെങ്കിൽ ആ ചരിത്രം സാവകാശം ഒരാവർത്തി ചിന്തിച്ച് വായിച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു അഭിപ്രായം പറയാനോ അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഉപന്യസിക്കാനോ ചോദ്യം ചോദിക്കാനോ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ സന്നദ്ധനാവില്ല. അറിവില്ലായ്മയാണ് ഇതിൻ്റെയൊക്കെ കാരണം. അതിനുള്ള മാർഗം ജഹ്ല് എന്ന് പറയുന്ന അയ്യാണ്, കഴിവില്ലായ്മയാണ്, സ്വാധീനക്കുറവാണ്. അതിനുള്ള മരുന്ന് അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക, അറിവ് നേടുക എന്നതാണ്. അപ്പം അതിലേക്കുള്ളൊരു എളിയ ശ്രമമാണ്, സമഗ്രമായൊരു പഠനമല്ലെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചരിത്ര പഠനം, അവിടുത്തെ സ്വഭാവങ്ങളും ഗുണവൈശിഷ്ട്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ അന്വേഷണത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ പിതാക്കളെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചയിലേക്ക് പോകില്ല. എങ്കിലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അബുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടും, എല്ലാവർക്കും അറിയുന്ന ആളാണ്. എല്ലാ മതവിശ്വാസികളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇറാഖിലെ ബാബിലോണിയയിലാണ് ജനിച്ചത്. ഖിൽദാനി പാരമ്പര്യത്തിലാണ് വരുന്നത്. ചരിത്രം അറിയുന്നവർക്കറിയാം, ഖിൽദാനികളുടെ ചരിത്രം മനുഷ്യ ചരിത്രത്തിലെ തന്നെ പുരാതന മനുഷ്യ ചരിത്രത്തിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ തൂഫാനിന് ശേഷം ലോകത്ത് ആദ്യമായി നിലവിൽ വന്ന നഗരമാണ് മദീനത്തു സമാനീൻ. മദീനത്തു സമാനീൻ
80 ആളുകളായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ കപ്പലിറങ്ങിയ മൂമിനുകൾ. അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പട്ടണമായതുകൊണ്ട് ആ പട്ടണത്തിന് ചരിത്രം പരിചയപ്പെടുത്തിയത് മദീനത്തു സമാനീൻ എന്നാണ്. അതുവരെ ഒരു ഭാഷയിലായിരുന്നു ഇവരൊക്കെ സംസാരിച്ചിരുന്നത്. പക്ഷേ ബാബിലോണിയ പട്ടണം നിർമ്മിക്കുകയും അതിൽ താമസം തുടങ്ങുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് 80 ആളുകൾ വ്യത്യസ്തങ്ങളായ 80 ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരാൾ പറയുന്ന ഭാഷ മറ്റാൾക്ക് തിരിയില്ല, അയാൾ പറയുന്ന ഭാഷ മറ്റാൾക്ക് തിരിയില്ല. എല്ലാവരുടെയും ഭാഷ വ്യാഖ്യാനിക്കണമെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാം തന്നെ വേണം. അങ്ങനെ ഭാഷകൾ തമ്മിൽ കൂടിക്കുഴഞ്ഞ് തിരിയാതെ വന്നതുകൊണ്ടാണ് ബുൽബുലിൽ നിന്നിട്ട് വരുന്ന ബാബിൽ എന്ന് പറയുന്ന ബാബിലോണിയ എന്ന് ആ പ്രദേശത്തിന് പേര് വന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നത് കാണാം. ഈ കിൽദാനി സമൂഹത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അക്കാലത്തുണ്ടായിരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളിൽപ്പെട്ട താറഹ് എന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവ്. ഇത് യഹൂദി ചരിത്രകാരന്മാരും നസ്രാനി ചരിത്രകാരന്മാരും അറബി ചരിത്രകാരന്മാരും എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന ചരിത്രമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേര് താറഹ് എന്നായിരുന്നു. അങ്ങനെ താറഹിൻ്റെ പുത്രനായി അബ്രഹാം ജനിച്ചു. അബ്രഹാം എന്നതിനാണ് പേര്, അറബി അല്ലാതെ. പിന്നീട് അറബിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, അറബി വൽക്കരിച്ചപ്പോൾ വന്ന മാറ്റമാണ് ഇബ്രാഹിം എന്ന് അറബി ശൈലിയിലേക്ക് മാറി വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ വിശദീകരിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ സഹോദരനും, ഹറാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ആ സഹോദരൻ്റെ പുത്രനാണ് ലൂത്ത് അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിതൃവ്യൻ ഉണ്ടായിരുന്നു. ആ പിതൃവ്യൻ്റെ പുത്രിയാണ് ഭാര്യ സാറ അലൈഹിസ്സലാം. പിതൃവ്യപുത്രിയും സഹോദരപുത്രനാവുന്ന ലൂത്ത് അലൈഹിസ്സലാമും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും ഉൾക്കൊള്ളുന്ന ആ കുടുംബം നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്രൂദ് ചക്രവർത്തിയുടെ കഠിനമായ പീഡനത്തിനും അഗ്നിപരീക്ഷയ്ക്കും വിധേയമായതിനു ശേഷം ഇനി അവിടെ നിന്നിട്ട് രക്ഷയില്ല എന്ന് കണ്ട സാഹചര്യത്തിൽ ബാബിലോണിയയിൽ നിന്നിട്ടും കന്നാൻ പ്രദേശത്തേക്ക്, കന്നാനികളുടെ പ്രദേശമാവുന്ന ഹറാനിലേക്ക് പോയി. ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി എന്നൊക്കെ കുട്ടികൾക്കറിയാം. ഈ ഹറാനിലേക്ക് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, പ്രിയപ്പെട്ട ഭാര്യ സാറ അലൈഹിസ്സലാം, പ്രിയപ്പെട്ട സഹോദരപുത്രൻ ബഹുമാനപ്പെട്ട ലൂത്ത് അലൈഹിസ്സലാം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളുടെ 3 അംഗ സംഘം ഹിജ്റ പോന്നു. അങ്ങനെ ബാബിലോണിയയിൽ നിന്നിട്ടും രണ്ടാമത് ഹെറാനിലേക്കാണ് വന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കിൽദാനി സമൂഹത്തിൽ നിന്നും കന്നാനി വിഭാഗത്തിലേക്കാണ് വന്നത്. കിൽദാനികൾ മുശ്രിക്കുകളും കാഫറുകളുമായിരുന്നതുപോലെ കന്നാനികളും മുശ്രിക്കുകളും കാഫറുകളുമായിരുന്നു. അങ്ങനെ കുറേ കാലം അവിടെ പ്രബോധന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടെങ്കിലും തൗഹീദിൻ്റെ രംഗത്ത് യാതൊരു പുരോഗതിയും കൈവരിക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബൈത്തുൽ മഖ്ദിസിലേക്ക്, അഥവാ ഷാമിൻ എന്നറിയപ്പെടുന്ന വിശാലമായ രാജ്യത്തുള്ള ഫലസ്തീനിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ 3 അംഗ കുടുംബവും യാത്രയായി. അങ്ങനെ ഫലസ്തീൻ കേന്ദ്രമാക്കി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധന പ്രവർത്തനത്തിൽ മുഴുകി. സമീപ പ്രദേശത്ത് സദൂം എന്ന് പറയുന്ന പ്രദേശത്ത് തൻ്റെ സഹോദരപുത്രനാവുന്ന ലൂത്ത് അലൈഹിസ്സലാമിനെ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി ഏൽപ്പിച്ചു. ആ പ്രദേശത്ത് നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. മഹാനായ ലൂത്ത് അലൈഹിസ്സലാം അവിടെ മുത്തഫിക്കാത്ത് എന്ന് പറയപ്പെടുന്ന പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് സദൂം. ആ സദൂം ഉൾക്കൊള്ളുന്ന 12 പട്ടണങ്ങൾ അല്ലെങ്കിൽ 7 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന മുത്തഫിക്കാത്തിലേക്ക് ബഹുമാനപ്പെട്ട ലൂത്ത് അലൈഹിസ്സലാമിനെ നിയമിച്ചു. ഫലസ്തീനിൽ
പ്രതികൂല സാഹചര്യം നേരിടുകയും ദീനീ ദഅവത്തിന് വേണ്ടി സമീപ പ്രദേശമാവുന്ന ഈജിപ്തിലേക്ക് വീണ്ടും ആ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രയാണം ചെയ്തു. ഈജിപ്തിലെത്തിയപ്പോൾ അവിടെ ഖിബ്തി വർഗ്ഗക്കാരാ, കോപ്റ്റിക് വർഗം എന്ന് പറയുന്ന ഖിബ്തി വർഗ്ഗക്കാരാണ് അവിടെ അന്ന് ഭരണകൂടവും നാട്ടുകാരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ദീനീ ദഅവത്തുമായി നടന്നു. അതിന് കാര്യമായ പുരോഗതി ലഭിച്ചില്ലെങ്കിലും അതിനിടയിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെയുള്ള കൂട്ടത്തിൽ ഒരു അക്രമിയായ ഭരണാധികാരി, അദ്ദേഹത്തിന് മറ്റ് രാജാക്കന്മാർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക ദുസ്വഭാവമുണ്ടായിരുന്നു. നാട്ടിൽ ഭർത്തൃമതികളായ സുന്ദരി യുവതികളുണ്ടെന്ന് കേട്ടാൽ അവരെ തൻ്റെ ശിങ്കിടികളെ അയച്ച് ബലത്താൽ പിടിച്ചുകൊണ്ടുവന്ന് അവരെ മാനഭംഗപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ ചക്രവർത്തിക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാം സാറാ ബീവി നാട്ടിലെത്തിയപ്പോൾ വിവരം കിട്ടിയപ്പോൾ ആകെ സാറാ ബീവിയെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാമിനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. ആരാണ് നിന്റെ കൂടെ? അതെൻ്റെ സഹോദരിയാണ്. നിങ്ങളിവിടെ എന്തിനു വന്നു? ഞങ്ങൾ വഴിയാത്രക്കാരാണ്, നിങ്ങളുടെ നാട്ടിലൂടെ കടന്നു പോകുന്നവരാണ്, ഞങ്ങൾ ഇവിടുത്തെ അതിഥികളാണ്. അദ്ദേഹത്തെ വിട്ടു. രണ്ടാമത് സാറാ ബീവിയെ വിളിപ്പിച്ചു. പോകുന്ന സമയത്ത് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, ഈ നാട്ടിൽ നീയും ഞാനുമല്ലാതെ മുഅ്മിനുകളായ ആരുമില്ല, എല്ലാവരും കാഫിറുകളും മുശ്രിക്കുകളുമാണ് ഇവിടെയുള്ളത്. എന്നോട് അന്വേഷിച്ചപ്പോൾ നീ എൻ്റെ സഹോദരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദര സഹോദരിമാരാണ് എന്ന അടിസ്ഥാനത്തിൽ ഞാനും നീയുമല്ലാതെ ഇവിടെ മുഅ്മിനുകളില്ല. ഞാൻ നിന്റെ സഹോദരനാണെന്ന് പറയണം, നീ എൻ്റെ സഹോദരിയാണെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അത് പറയാൻ കാരണം ഭർത്തൃമതികളാണെങ്കിലേ ഇയാൾ ഇങ്ങനെ കയ്യേറ്റം ചെയ്യാറുള്ളൂ. അപ്പോൾ സഹോദരനാണ് കൂടെയുള്ളത് എന്ന് പറയുമ്പോൾ അയാളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാം. എന്നാൽ തത്വത്തിൽ അത് ശരിയാണ് താനും. വിശ്വാസി എന്ന നിലക്കും വിശ്വാസിനി എന്ന നിലക്കും സഹോദര സഹോദരിമാരാണല്ലോ എന്ന നിലക്കും. അങ്ങനെ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ അരികെ നിന്ന് ബലത്താൽ അവർ സാറാ ബീവിയെ പിടിച്ചുപോയി. ചരിത്രത്തിൽ കാണാൻ ഇബ്നു കസീറൊക്കെ പറയുന്നുണ്ട്. അൽബിദായൻ്റെ ആയിൽ ഇബ്നു കസീർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചരിത്രത്തിലുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം സാറാ ബീവിയെ ഇവർ കൊണ്ടുപോയതോടുകൂടി നിസ്കരിക്കാൻ നിന്നു. നിസ്കരിക്കാൻ എന്ന ആയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിലും ആകാശത്തിലുമുള്ള അദൃശ്യമായ കാര്യങ്ങളൊക്കെ നോക്കിക്കാണാനുള്ള കാഴ്ച അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്തിരുന്നു. വകദാലിക നുരി ഇബ്രാഹിം മലകൂത സമാവാതി വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ള അദൃശ്യ കാര്യങ്ങൾ അല്ലാഹു ആവുന്ന നാം ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് പോയി രാജാവിൻ്റെ അടുത്ത് എത്തി തിരിച്ചെത്തുന്നത് വരെയുള്ളത് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാം ഈ നിസ്കാരത്തിനിടയിൽ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഈ അള്ളാഹുവിൻ്റെ കാഴ്ച കൊടുത്തത് കൊണ്ട് അങ്ങനെ ചെന്നു. സംസാരിക്കാൻ നിന്നില്ല. ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സുന്ദരികൾ ഏറ്റവും വലിയ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാ, മഹദിയായിരിക്കുന്ന ഉമ്മുൽ ബഷർ ഹവ്വ അലൈഹിസ്സലാം, ആദം നബി അലൈഹി സ്വലാമിൻ്റെ പത്നി ഹവ്വ അലൈഹിസ്സലാം. അള്ളാഹു തആല നേരിട്ട് ആദ്യമായി പഠിച്ച സ്ത്രീയും ആദ്യമായി പഠിച്ച പുരുഷനുമാണ്. അതുകൊണ്ട് തന്നെ പുരുഷവർഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മാറ്റിവെച്ചാൽ അതൊരു പ്രത്യേക ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹുസ്നിയത്തിൽ മറ്റാർക്കും ഷെയർ ഇല്ല. അത് ഷെയർ ഇല്ലാത്ത ഒറ്റ ഹുസ്നിയത്താണ്. അതൊഴിച്ചാൽ മനുഷ്യന് ബന്ധപ്പെടുന്ന സൗന്ദര്യത്തിൽ സമ്പൂർണ്ണ സൗന്ദര്യത്തിൻ്റെ ഉടമ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സൗന്ദര്യത്തിൻ്റെ നേർപകുതി നൽകപ്പെട്ടവളാണ് യൂസുഫ് അലൈഹി സ്വലാം. ആദം നബി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സുന്ദരൻ യൂസുഫ് നബി അലൈഹി സ്വലാം. കാരണം എന്താ? ആദം നബി അലൈഹി സ്വലാമിൻ്റെ സൗന്ദര്യത്തിൻ്റെ അർദ്ധഭാഗം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നതുപോലെ സ്ത്രീകളിൽ ഏറ്റവും വലിയ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ ഹവ്വ അലൈഹിസ്സലാമാണ്.
അവരുടെ അർദ്ധ സൗന്ദര്യം നൽകപ്പെട്ട ലോകത്തെ തുല്യതയില്ലാത്ത സൗന്ദര്യത്തിനുടമയാണ് സാറ ബീവി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ പിതൃവ്യപുത്രിയും തൻ്റെ ഭാര്യയുമാവുന്ന സാറ അലൈഹിസ്സലാം. ഈ അഭൗമ അലൗകിക സൗന്ദര്യത്തിൻ്റെ കേദാരമായ ഈ സ്ത്രീയെ തൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ഇയാൾ പെട്ടെന്ന് കയറിപ്പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ മഹദിയായിരിക്കുന്ന സാറ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, നീ എന്നെ സൃഷ്ടിച്ചിട്ട് നിന്റെ തൗഹീദിൽ വിശ്വസിക്കുന്ന നിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം റസൂലിലും വിശ്വസിച്ചു. ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ മാനത്തെയും ഇന്നോളം നിന്റെ മാർഗത്തിൽ കാത്തു സംരക്ഷിച്ചു പോന്നതാണ്. അതുകൊണ്ട് ഈ കാഫറായ തമ്മാടിക്ക് എന്നെ നീ കീഴ്പ്പെടുത്താൻ അനുവാദം നൽകരുത് എന്ന് ദുആ ചെയ്യേണ്ട താമസം പെട്ടെന്ന് അപസ്മാരം പിടിപെട്ടതുപോലെ കൈയും കാലും ഇട്ടടിച്ച് അയാൾ ബോധരഹിതരായി വീണു. വീണയിടത്തുനിന്ന് കൈയും കാലും ഇട്ടടിക്കുന്ന സമയത്ത് ഈ സാറ ബീവിക്ക് തോന്നി മരണപ്പെട്ടു പോകും ഇയാൾ. അപ്പം അത് വേറൊരു കേസാവും. പഠിച്ചവനെ, അയാൾ മരണപ്പെട്ടു പോയാൽ ഞാൻ കൊലയാളിയായി പോകും, അതുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കണം. ജീവൻ രക്ഷിച്ചു. ഇനി മേലിൽ ഞാൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾ ഉപദ്രവിക്കില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു, രക്ഷപ്പെട്ടു. പക്ഷേ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അഭൗമമായ സൗന്ദര്യ തിടമ്പ് അയാളെ വിട്ടയക്കുന്നില്ല. വീണ്ടും കയറിപ്പിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ഇയാൾ കയ്യേറ്റത്തിന് ശ്രമിച്ചപ്പോൾ 3 പ്രാവശ്യവും ഇയാൾക്ക് അപസ്മാരം പിടിപെട്ട് കൈകാലിട്ടടിച്ച് താഴെ വീണ് മരണത്തിൻ്റെ വക്കിലെത്തി അവരുടെ പ്രാർത്ഥനയോട് രക്ഷപ്പെട്ടപ്പോൾ 3ാമത് പറഞ്ഞു, ഇനി ഞാനൊന്നും ചെയ്യില്ല, നിങ്ങൾ പ്രത്യേകമായ ദൈവിക സംരക്ഷണമുള്ള ആളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം. പക്ഷേ നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് രാജകൊട്ടാരത്തിലുള്ള രാജകുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരു തോഴിയെ നിങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി ഞാൻ തരാം എന്ന് പറഞ്ഞ് രാജകുമാരിമാരുടെ തോഴിയായിരുന്ന രാജകുടുംബാംഗങ്ങളിൽപ്പെട്ട ഹാജർ ബീവിയെ ബഹുമാനപ്പെട്ട സാറ ബീവിക്ക് ഖിദ്മത്തിന് വേണ്ടി ഖാദിമത്തായി കൊടുത്ത് അവിടുന്ന് തിരിച്ചു വിട്ടു. വന്ന് തിരിച്ചെത്തുന്നത് വരെയും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരേ നിസ്കാരത്തിലാ. വന്ന് കയറുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് നിസ്കരിച്ച് സലാം വീട്ടി. എന്തൊക്കെ സംഭവം ഉണ്ടായി എന്ന് ചോദിച്ചു. എല്ലാം നേരിൽ കണ്ടതാണെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ തിരിച്ച് അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിച്ചുപോയി. പോരുമ്പോൾ 2 ആളുള്ളെങ്കിൽ ഇപ്പോൾ ഖാദിമത്തായിട്ട് മഹദിയായിരിക്കുന്ന ഹാജർ ബീവിയുണ്ട്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ഹാജർ ബീവിയുടെ അടിമ സ്ത്രീയല്ല. അടിമ സ്ത്രീ ആയതുകൊണ്ട് കേടുണ്ടായിട്ടല്ല. ഹാജർ ബീവിയുടെ അടിമ സ്ത്രീയല്ല, മറിച്ച് രാജകൊട്ടാരത്തിൽ അവിടുത്തെ രാജ്ഞിമാർക്ക് തോഴിയായി അവരുടെ കൂടെ സേവനം ചെയ്തുകൊണ്ടിരുന്ന രാജകുടുംബാംഗത്തിൽപ്പെട്ട ഒരു രാജ്ഞി തന്നെയാണ്, രാജകുമാരി തന്നെയായിരുന്നു ഹാജർ ബീവി. അങ്ങനെ ഹാജർ ബീവിയെ ഖാദിമത്തായി ദീർഘകാലം അവർ അള്ളാഹുവിൻ്റെ ദഅവത്തിലായി തൗഹീദിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് ജീവിച്ചു. ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, ഒരുപാട് നേട്ടങ്ങളുണ്ടായി. അങ്ങനെ ജീവിക്കുമ്പോഴും 85 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ ദുഃഖിതനായി നിൽക്കുകയാണ്. അള്ളാഹുവിനോട് പലപ്പോഴും സാലിഹായ ഒരു സന്താനത്തിന് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു സാലിഹായ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ബഹുമാനപ്പെട്ട സാറ ബീവി സ്വയം പറഞ്ഞു, എനിക്കോ വയസ്സായി, എനിക്കിനി കുഞ്ഞ് ജനിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് യുവതിയായ എൻ്റെ ഖാദിമത്തായി രാജാവ് എനിക്ക് ഹദിയ തന്ന ഹാജറിനെ ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ നിങ്ങൾ അവരെ അടിമസ്ത്രീയായി വെപ്പാട്ടിയായി വെക്കുകയും അതിലെങ്കിലും അല്ലാഹു തആല നമുക്കൊരു സന്താനം നൽകുകയാണെങ്കിൽ നമ്മുടെ ഈ ഏകാന്തതക്ക് ഒരാശ്വാസമാകും. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നടത്താൻ ഒരു അനന്തരാവകാശി നമുക്കുണ്ടാകുമല്ലോ എന്ന് സാറ ബീവി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ സ്വീകരിക്കുകയും ആ ബന്ധത്തിൽ തൻ്റെ 86ാമത്തെ വയസ്സിൽ മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം ഭൂജാതനായി.
അന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 86 വയസ്സാണ്. കുഞ്ഞ് ജനിച്ചപ്പോൾ സ്വാഭാവികമായും വീട്ടിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. അത് സ്വാഭാവികമാണ്. ഈ നീണ്ട കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ തൻ്റെ അടിമ സ്ത്രീയിലെങ്കിലും തൻ്റെ ഭർത്താവിനൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ആഗ്രഹിച്ച് ഈ അടിമ സ്ത്രീയെ ഭർത്താവിന് ഹദിയ കൊടുത്ത് അതിലുണ്ടായ കുഞ്ഞ് കണ്ടപ്പോൾ സ്വാഭാവികമായും സാറ ബീവിക്ക് വിഷമമായി എന്ന് മാത്രമല്ല, സ്വാഭാവികമായും സ്ത്രീ സഹജമായ കാരണങ്ങളാൽ ഹാജർ ബീവിക്കും തന്നെ കുറച്ചൊക്കെ ഒരു അറിയണ്ടല്ലോ, ഈ കുടുംബത്തിന് ഒരു പിന്മുറക്കാരനെ, ഈ തൗഹീദിന്റെ സന്ദേശത്തിന് ഒരു തുടർച്ചക്കാരനെ നൽകാനുള്ള ഭാഗ്യം എനിക്കാണ് അല്ലാഹു തന്നത് എന്നുള്ളതായ ഒരു ചെറിയ ഒരവസ്ഥ. സ്വാഭാവികമായും അവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി എന്നും, ചുരുക്കി പറഞ്ഞാൽ ഇബ്നു കസീറൊക്കെ പറയുന്നത് പോലെ എന്തോ യജമാനത്തിയും അടിമസ്ത്രീയും തമ്മിലുള്ള ചെറിയ അസ്വാരസ്യങ്ങൾക്കിടയിൽ നിന്റെ 3 അവയവങ്ങൾ ഞാൻ മുറിപ്പെടുത്തും എന്ന് ശപഥം ചെയ്തു സാറ ബീവി. ഒരു ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അത് വിഷമായി. നിരപരാധിയായ ഹാജറിനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിച്ചു. സംഗതി പറഞ്ഞതുപോലെ ഇരിക്കട്ടെ, എന്നാൽ തെറ്റില്ലാത്ത നിലക്ക് നമുക്ക് അക്കാര്യം നിർവഹിക്കാം. ഒന്ന് എന്താവട്ടെ, 2 കാതിനും ഓട്ടയുണ്ടാക്കട്ടെ. പെണ്ണുങ്ങൾ സാധാരണ കാത് കുത്തിയിട്ട് ആഭരണം ധരിക്കലുണ്ടല്ല, അത് മുമ്പേ ഉണ്ട്. ചില ഫിഖഹിന്റെ കിതാബുകളിലൊന്നും അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മുഅത്തമദ് അതല്ല, സൗന്ദര്യത്തിന് വേണ്ടി അങ്ങനെ ആവാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് രാജ്യരക്ഷാ ഫണ്ടിലേക്ക് ധാരാളം സംഭാവന ചെയ്യാൻ ആവശ്യമുണ്ടായപ്പോൾ സ്ത്രീകളെ പ്രത്യേകം പെരുന്നാളിന് വിളിച്ചു വരുത്തി അവർക്ക് പ്രത്യേകം ഉപദേശം ചെയ്ത് അവരോട് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവരുടെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ അവരെടുത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയിലേക്ക് ഇട്ടുകൊടുത്തു എന്ന്. അപ്പം കാത് കുത്തലും ആഭരണം ധരിക്കലും ഒക്കെ സ്വഹാബിയാത്തിന്റെ ഇടയിൽ നിലവിലുള്ളത് കൊണ്ടാണല്ലോ കാതിൽ ധരിച്ചിരുന്ന ആഭരണം എടുത്തു കൊടുത്തത് എന്നതുപോലെ അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ കണ്ടിടത്തോളം ആദ്യം കാത് കുത്തിയത് ഹാജർ ബീവിന്റെ കാത, 2 കാതിൻ്റെയും താഴെ ഒരോട്ട. അപ്പം 2 അവയവം മുറിപ്പെടുത്തിയത്. പിന്നെ പുരുഷന്റെ മാർഗം മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാർക്ക് മാർക്കം കഴിക്കൽ വുജൂബാണ്. എന്നാൽ സ്ത്രീകൾക്ക് മാർക്കം ചെയ്യൽ വുജൂബ് തന്നെയാണെന്നാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഷാഫി മദ്ഹബിന്റെ രണ്ടാമത്തെ അഭിപ്രായം സ്ത്രീകളെ മാർക്കം ചെയ്യൽ സുന്നത്തേ ഉള്ളൂ. ഷാഫി മദ്ഹബിന്റെ രണ്ടാമത്തെ അഭിപ്രായം അങ്ങനെയാണ്. മറ്റ് മദ്ഹബുകാരും സുന്നത്താണെന്ന അഭിപ്രായമുള്ളത്. ഏതായാലും ആവട്ടെ, സുന്നത്ത് എന്തായാലും ഉണ്ടല്ലോ, വുജൂബാണെന്നാണ് ഷാഫി മദ്ഹബിലെ മുഅത്തമദ്. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം, അന്നത്തെ വിഷയമാണ് പറയുന്നത്. മൂന്നാമത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം സാറ ബീവി ഹാജർ ബീവിന്റെ മാർക്കം ചെയ്തു. അങ്ങനെ സുന്നത്തായ ഒരു കർമ്മവും ജായിസായ 2 കർമ്മവുമാവുന്ന 2 കാത് കുത്തി മാർക്കം ചെയ്തുകൊണ്ട് തൻ്റെ ശപഥം പാലിച്ചു. പിന്നീട് അല്ലാഹു തആലയുടെ ആജ്ഞപ്രകാരം മുല കൊടുക്കുന്ന കുഞ്ഞു പൈതലിനെയും മാതാവ് ഹാജർ ബീവിയെയും വിജനമായി അന്നത്തെ സാഹചര്യത്തിൽ ജീവിതയോഗ്യമല്ലാത്ത മക്ക പ്രദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാൻ അല്ലാഹു ആജ്ഞാപിച്ചു. അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം വാഹനപ്പുറത്തേറ്റി തൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും കുഞ്ഞിനെയും കൂട്ടി മക്കയിൽ വന്ന്, എല്ലാവർക്കും അറിയുന്ന ചരിത്രമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, മക്കയിൽ കൊണ്ടുവന്നു. അന്ന് മക്കയിൽ വെള്ളം ലഭ്യമല്ല, അതുകൊണ്ട് തന്നെ മക്ക പ്രദേശത്ത് ആരും താമസിക്കുന്നില്ല. കഅബ ഷരീഫിന്റെ കെട്ടിടവും വന്നില്ല. മറിച്ച് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് നടന്ന തൂഫാനിൽ ചുമരെല്ലാം തകർന്നു പോയി, കേവലം തറ മാത്രമാണ് ഉണ്ടായിരുന്നത്.
നേരെ കിഴക്കുന്ന് പടിഞ്ഞാട്ടേക്ക് ഒരു മസീലാണ്. മക്കയിൽ പോയവരാണല്ലോ അധികം ആളുകളും. ശരിക്ക് കിഴക്കും പടിഞ്ഞാറും മലകളാണ്, തെക്കും വടക്കും താഴ്വരയാണ്. അങ്ങനെ മലയിൽ മഴ പെയ്താൽ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് വെള്ളം ഒന്നായിട്ട് മലവെള്ളം കുത്തി ഒഴുകിപ്പോവും. ഈ ഒഴുകിപ്പോകുന്ന മസീലിന്റെ മധ്യത്തിലാണ് കഅബയുള്ളത്. തൂഫാനിൽ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞാൽ പിന്നെ നീണ്ടുപോകും. ഏതായാലും ആട്ടെ, ആദം നബി അലൈഹി സ്വലാം വന്നതിന് മുമ്പ് മലായിക്കത്ത് കഅബ ഷരീഫിന്റെ തറ നിർമ്മിച്ചിട്ടുണ്ട്. മലായിക്കത്ത് നിർമ്മിച്ചതാ തറ. ആദം നബി അലൈഹി സ്വലാം വരുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഒറ്റമുത്ത് കൊണ്ടുള്ള ഒരു കുബ്ബയായിരുന്നു കഅബയായിട്ടുണ്ടായിരുന്നത്. ആ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദം നബി അലൈഹി സ്വലാം. അതിന്റെ പ്രകാശം എത്തിയ അതിർത്തിയാണ് ഹറമിന്റെ അതിർത്തി എന്ന് പറയുന്നത്. ഹറമിന്റെ 4 ഭാഗത്തുള്ള അതിർത്തി ഈ കുബ്ബയുടെ പ്രകാശം എത്തിയ പ്രദേശങ്ങളാണ്. അത് കഴിഞ്ഞ് ആദം നബി അലൈഹി സ്വലാം ഇഹലോകവാസം വെടിഞ്ഞതോടുകൂടി ഈ കുബ്ബ ഉയർത്തപ്പെട്ടു. അന്ന് ഉയർത്തപ്പെടാതെ ഈ ലോകത്ത് ശേഷിച്ച സ്വർഗത്തിൽ നിന്ന് വന്ന 2 വസ്തുക്കളാണ്. ഒന്ന് മഖാം ഇബ്രാഹിമും മറ്റൊന്ന് ഹജറുൽ അസ്വദും. കെട്ടിടം പോയി, തറ മാത്രം ബാക്കിയായി. പിന്നീട് ആദം നബി അലൈഹി സ്വലാമിന്റെ പുത്രൻ ഷീസ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അന്നുണ്ടായിരുന്ന ജനങ്ങളെ കൂട്ടി മണ്ണ് കൊണ്ട് കട്ടയുണ്ടാക്കി കഅബ ഷരീഫിന്റെ ചുമര് നിർമ്മിച്ചു. 7 മുഴം ഉയരത്തിലായിരുന്നു ആ ചുമര്. അതിന് വാതില് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കിടക്കാനുള്ള ഒരു ഒഴിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മേൽപ്പുരയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മണ്ണിന്റെ കട്ട കൊണ്ട് നിർമ്മിച്ച കഅബ ഷരീഫായിരുന്നു അന്ന് മുതൽക്ക് തൂഫാൻ വരെയും ഉണ്ടായിരുന്നത്. തൂഫാനിൽ ഭൂമിയാകെ വെള്ളത്തിൽ നിറഞ്ഞു. മാസങ്ങളോളം ഈ തറ മാത്രം അവശേഷിച്ച് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഒഴുക്ക് വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മേൽ തട്ടിപ്പോയി ചെറിയൊരു അല്പം ഉയർന്നൊരു സ്ഥലം, വേറൊരു അടയാളവും അന്ന് അവിടെ ഇല്ല. ഇന്ന് സംസം കിണർ നിൽക്കുന്നതിൻ്റെ പരിസരത്തായി ഒരൊറ്റ മരം ഉണ്ട്. പരിസരത്തൊന്നും മരങ്ങളില്ല, കാരണം വെള്ളമില്ലാത്തതുകൊണ്ട്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഹാജർ ബീവിയെയും കുഞ്ഞ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും വെച്ച് ഒരു തോൽപാത്രം വെള്ളവും ഒരു തോൽപാത്രം ഈത്തപ്പഴവും അവിടെ വെച്ച് ഒന്നും പറയാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു നടന്നു. ആരോരുമില്ലാത്ത, ജനവാസയോഗ്യമല്ലാത്ത, ഒരിറ്റു വെള്ളം കിട്ടാത്ത ഈ പ്രദേശത്ത് തന്നെയും ഒരു മുല ഒടിക്കുന്ന പിഞ്ചു പൈതലിനെയും ഇട്ടേച്ച് പോകുന്നത് കണ്ടപ്പോൾ ഇലാമൻ തത്റുക്കുന, ആരെടുത്തേക്കാണ് ഞങ്ങൾ വിട്ടേച്ച് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കുകയോ മറുപടി പറയുകയോ ചെയ്തില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, മറുപടി പറഞ്ഞില്ല. ബേക്കിൽ ചെന്നു, ഇലാമൻ തത്റുക്കുന, നിങ്ങൾ ആരെ കണ്ടിട്ടാ ഞങ്ങളെ ഇവിടെ വിട്ടേച്ച് പോകുന്നത് എന്ന് ആവർത്തിച്ച് ചോദിച്ച് മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഹാജർ ബീവി ചോദിക്കുകയാണ്, അല്ലാഹു അമറക ബിഹാദ, ഈ വിജനമായ മനുഷ്യയോഗ്യ സാധ്യമല്ലാത്ത ഈ വെള്ളമില്ലാത്ത ഈ ഒറ്റപ്പെട്ട പ്രദേശത്ത് എന്നെയും ഈ പൈതൽ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോകാൻ അള്ളാഹു ആണോ നിങ്ങളോട് കൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും നാവ് കൊണ്ട് ഒരു അക്ഷരം പറഞ്ഞില്ല. അതേ എന്നൊരു വാക്ക് പറയുന്നതിന് പകരം തല കൊണ്ട് ഇഷാറത്താക്കി അതേ എന്നർത്ഥത്തിൽ. ഉടനെ ആ ഉമ്മ പറയുന്ന അവരുടെ ഈമാൻ നോക്കണം നമ്മൾ. അവർ പറയുന്ന മറുപടി, ഇദൻ ലാ യുളയ്യന, എങ്കിൽ അള്ളാഹു കൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വെച്ച് പോകുന്നതെങ്കിൽ എനിക്ക് പേടിക്കാനൊന്നുമില്ല, അള്ളാഹു ഞങ്ങളെ കൈവിടിയില്ല. ഇതും പറഞ്ഞ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നടന്നുപോയി. കുറെ അങ്ങെത്തി തിരിഞ്ഞു നോക്കിയാൽ കാണാത്ത ദൂരം വരെ പോയതിനു ശേഷം തിരിഞ്ഞു നിന്നുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا وابعث فيهم
റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 2 പ്രാവശ്യം അങ്ങനെ ദുആ ചെയ്തത് കാണാം. ഒന്ന് കുഞ്ഞിനെയും ഉമ്മയെയും ഇവിടെ ഇട്ടേച്ച് പോകുന്ന സമയത്ത് പറയാണ്, റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ, കൃഷിയോഗ്യമല്ലാത്ത മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന യാതൊരു സാഹചര്യവുമില്ലാത്ത ഈ മലഞ്ചെരുവിൽ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഞാൻ താമസിപ്പിച്ചു പോകുന്നു തമ്പുരാനെ. അൻത ബൈതികൽ മുഹറം, നീ ആദരിച്ച പരിപാവനമായ കഅബ ഷരീഫിന്റെ സമീപത്ത്. കഅബ ഷരീഫിന്റെ ചുമരേ ഇല്ലായികയുള്ളൂ, തറ അവിടെ ഉണ്ട്. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയാം. എന്നിട്ട് പറയാ, പടച്ചവനെ, ലോക ജനതയിൽ ഒരു ഭാഗത്തിന്റെ മനസ്സ് അവരോട് ചായ്വുള്ളതും അനുകമ്പയുള്ളതുമാക്കി തീർക്കണം. ലോകത്തുൽപാദിപ്പിക്കപ്പെടുന്ന എല്ലാ തരം പഴവർഗ്ഗങ്ങളും അവിടെ നീ അവർക്ക് നൽകണം എന്നിങ്ങനെ ദുആ ചെയ്തിട്ട് അന്തിമമായി ഇവിടെ താമസിപ്പിക്കാനുള്ള ലക്ഷ്യം എന്താണ് പറയുന്നത് റബ്ബനാ വബ്അസ് ഫീഹിം റസൂലാ, അവരുടെ കൂട്ടത്തിൽ നിന്ന് മഹാനായ ഒരു പ്രവാചകരെ നീ നിയോഗിക്കണം. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ നിയോഗത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സഹാബത്ത് ചോദിക്കുന്നിടത്ത് പറയാം, അഖ്ബിർനാ അൻക യാ റസൂലല്ലാഹ്, തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ, അന ദഅവതു അബി ഇബ്രാഹിം വബുശ്ര അഖി ഈസാ, എൻ്റെ പിതാവാവുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, ആ റസൂലാണ് ഞാൻ. രണ്ടാമത് പിന്നീട് കഅബ പുനർനിർമ്മാണം നടത്തി ഇസ്മായിൽ അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാം, അപ്പോഴും അവർ ദുആ ചെയ്തു, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽപ്പെട്ട റസൂലിനെ നീ നിയോഗിക്കണമെന്ന്. ആദ്യം ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും ഉമ്മയെയും കൊണ്ടുവച്ച് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. രണ്ടാമത് കഅബ പുനർനിർമ്മാണം നടത്തിയപ്പോൾ ഉപ്പയും മോനും കൂടി ദുആ ചെയ്തു. പിന്നീട് മഹാനായ റസൂലുള്ളാഹി ഈസാ അലൈഹി സ്വലാം വമുബശ്ശിറൻ ബിറസൂലിൻ യതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എൻ്റെ ശേഷം വരുന്ന അഹ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റസൂൽ വരാനിരിക്കുന്നു എന്ന സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഈസാ അലൈഹിസ്സലാം വാനാരോഹണം നടത്തിയത്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വറഅത് ഉമ്മി നൂറൻ ഹീന വളഅത്നി, എന്നെ ജനിച്ച സമയത്ത് എൻ്റെ മാതാവിന് ഒരു പ്രകാശം ദർശിക്കുകയുണ്ടായി. ആ പ്രകാശത്തിലൂടെ ബുസ്രാഹിലുള്ള കോട്ടകൊത്തളങ്ങൾ അവർക്ക് കാണാൻ സംഗതിയായി എന്ന് പറയുന്ന സംഭവത്തിലും ഈ ദുആ അനുസ്മരിക്കുന്നുണ്ട്. ചുരുക്കുകയാണ്, ആ മുഖം നീണ്ടുപോയി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോയി. അവസാനം നമുക്കൊക്കെ അറിയുന്നവർ എപ്പോൾ പറയുന്നതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹാജർ ബീബി വെള്ളവും ഈത്തപ്പഴവും കഴിഞ്ഞപ്പോൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അവശയായപ്പോൾ കുഞ്ഞിന് മുലപ്പാലില്ലാതെ വന്നോ, കുഞ്ഞ് ദാഹിച്ച് കാലിട്ടടിക്കുന്ന സമയത്ത് ആദ്യം സൊഫയിലും പിന്നെ മർവയിലുമായി 7 പ്രാവശ്യം കയറിയിറങ്ങി. എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അവസാനം 7ാമത്തെ പ്രാവശ്യം മർവയിലെത്തുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ഉടനെ ഹാജർ ബീവി മണ്ടല്ലേ ആരോടാ? സ്വന്തം നഫ്സിനോട് തന്നെ പറയാം. രണ്ടാമത് വീണ്ടും ആ ശബ്ദം കേട്ടു. അപ്പോൾ പറഞ്ഞു, അത് അസ്മാത്ത ഫാസ് ഇൻകാന കവാസ്, ശബ്ദം കേട്ടു, ഉറപ്പ് തന്നെ, വല്ല സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം ചിറകടിച്ച് കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് സംസം കിണർ പൊട്ടി. അത് വെള്ളം ഇങ്ങനെ ഉറങ്ങു പൊട്ടി വരുന്നത് കണ്ടപ്പോൾ ചുറ്റും കെട്ടി ചെറിയൊരു തടം പോലെയാക്കി വെച്ചു. എന്നിട്ട് അവർ കുടിച്ചു, പാത്രത്തിൽ കോരി. ചുരുക്കി പറയാ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഖുദായിലൂടെ, താഴ്വരയിലൂടെ യമനികളാവുന്ന ജുർഹും ഗോത്രക്കാരിൽപ്പെട്ട ഒരു കുടുംബം യാത്ര പോകുന്നു. അപ്പോൾ ഒരു പക്ഷി ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. വെള്ളത്തിൻ്റെ ഇടയ്ക്ക് കാണുന്നൊരു പക്ഷിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ പ്രദേശത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ വെള്ളം ഉള്ളതായി അറിയുന്നില്ല, പക്ഷെ ഈ പക്ഷി പറക്കുന്നത് വെള്ളത്തിൻ്റെ അടുത്താണ്, വെള്ളമില്ലാതെ ആ പക്ഷി കറങ്ങൂല. അപ്പോൾ എന്താ അവിടെ വെള്ളം ഉണ്ടോ എന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ട് അവർ പണിക്കാരും ഭൃത്യന്മാരെ വിട്ടു. 1 or 2 ജോലിക്കാരെ വിട്ടു. ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പൈതൽ കുഞ്ഞും ഒരു പെണ്ണും ഇരിക്കുന്നു.
ഒരു വെള്ളത്തടാകം, നല്ല ശുദ്ധജലമുള്ള ഒരു വെള്ളം. ഇവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് അവിടെ, ഒരു ചെറിയ കുഞ്ഞുണ്ട്, നല്ല വെള്ളമുണ്ട് അവിടെ. അങ്ങനെ അവർ വന്ന് കണ്ട് സന്തോഷമായി. ഒറ്റക്ക് ജീവിക്കും ഒരു മനുഷ്യനുണ്ടാവാൻ വളരെ ആഗ്രഹം ബഹുമാനപ്പെട്ട ഹാജർ ബീവിക്കുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ. ജുർഹുമുകാരായ യമൻകാരായ ജുർഹും ഗോത്രത്തിൽപ്പെട്ടവരാ, താമസിച്ചോട്ടെ. ഓ, താമസിച്ചോളൂ, പക്ഷേ വെള്ളത്തിൻ്റെ അധികാരം എനിക്ക് ഇക്കാരം. നിങ്ങൾക്ക് വെള്ളം തരൂല എന്നല്ല, വെള്ളം എൻ്റെതാണ്, പക്ഷേ ആവശ്യത്തിന് തരാം, പക്ഷേ നിങ്ങളിൽ കയ്യേറാനോ അവകാശം പറയാനൊന്നുമില്ല, എനിക്കായിരിക്കും വെള്ളത്തിൻ്റെ അവകാശം. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ആദ്യമായി ഈ ജുർഹും കുടുംബക്കാരാണ് ബഹുമാനപ്പെട്ട ഹാജർ ബീവിക്ക് ശേഷം മക്കയിൽ താമസമാക്കിയത്. പിന്നെ അവർ വിവരമറിയിച്ചതനുസരിച്ച് ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഏതാനും കുടുംബങ്ങൾ വരികയും അവർ മക്കയിൽ താമസമാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മാസത്തിലൊരിക്കൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മക്കയിൽ വരും, തിരിച്ചു പോകും ബുറാഖിൻ്റെ മുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പും ബുറാഖ് അമ്പിയാക്കന്മാർ യാത്രക്ക് ഉപയോഗിക്കുന്നതാ. ഈ ബുറാഖിൻ്റെ മുകളിലായി ഇബ്രാഹിം ഇസ്ലാം വന്നും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാം വളർന്നു നല്ല സുന്ദരനായ യുവാവായി. ബാപ്പ ബാബിലോണിയക്കാരനാണ് അസല്, ഉമ്മയാണെങ്കിലോ കിബുത്തിയുമാണ്. ബാപ്പയും ഉമ്മയും അറബികളല്ല, പക്ഷെ ജുർഹുമുകാർ ശുദ്ധ അറബികളാണ്. ഈ അറബികളുടെ ഇടയിൽ വളർന്ന ഇസ്മായിൽ അലൈഹി സ്വലാം നല്ല സ്ഫുടമായ ശുദ്ധ അറബിയായി മാറി. എന്നല്ല, അറബിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്ത്. അറബി ഭാഷ സമ്പൂർണ്ണമായ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്മായിൽ അലൈഹി സ്വലാമും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി രണ്ടാളാൽ വേറെ ആർക്കും 100% അറിവുണ്ടാവില്ല. അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാം നല്ല ശുദ്ധ അറബിയായി സുന്ദരൻ ചുറുചുറുക്കുള്ള യുവാവായി മാറിയപ്പോൾ അവരിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുത്തു. സംഗതി വശാൽ അവർ പറ്റാതെ വന്നപ്പം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം ഇസ്ലാമിൻ്റെ ആജ്ഞപ്രകാരം അവരെ വിവാഹമോചനം നടത്തി. പിന്നീട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തിയുടെ മുവാദ് ബിൻ അംർ ജുർഹുമി എന്ന് പറയുന്ന അവരുടെ നേതാവിൻ്റെ മകൾ സയ്യിദ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയാണ് രണ്ടാമത് ഇസ്മായിൽ അലൈഹി സ്വലാം വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹത്തിൽ ഇസ്മായിൽ അലൈഹി സ്വലാമിന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 13 മക്കളുണ്ടായിരുന്നു. എന്നാൽ ഇസ്മായിൽ അലൈഹി സ്വലാമിന് 12 മക്കളാണ്. അതൊക്കെ നബിമാരെ ചരിത്രം പറയുമ്പോഴേ അതൊക്കെ വിശദീകരിച്ച് പറയാൻ കഴിയുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നമ്മൾ സാധാരണ കേൾക്കുക ഒരു ഇസ്മായിൽ അലൈഹി സ്വലാം എന്ന് പറയുന്ന ഒരു മോനും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞ ഒരു മോനും 2 മക്കളല്ലല്ല. ഇസ്മായിൽ അലൈഹി സ്വലാം എന്ന് പറയുന്നൊരു മോന് ഹാജർ ബീവിയിലും ഇസ്ഹാഖ് അലൈഹി സ്വലാം എന്നൊരു മോന് സാറ ബീവിയിലും ജനിച്ചതിന് ശേഷം ഖന്തൂറ എന്ന് പറഞ്ഞിട്ട് വേറൊരു പെണ്ണുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഖന്തൂറ. ഈ ഖന്തൂറയിൽ 5 മക്കളും അതോടുകൂടി ഹജൂൻ, മക്കത്ത് അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്ന സ്ഥലം തന്നെയുണ്ട് ഹജൂൻ എന്ന പേരിലുള്ള സ്ത്രീയിൽ 5 മക്കളും. അങ്ങനെ 2 സ്ത്രീകളിൽ 10 മക്കള്, അങ്ങനെ 12 മക്കള്. അല്ല, മൂന്നാമതൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരിലാണ് മദായിൻ ജനിച്ചത്. അങ്ങനെ 13 മക്കളുണ്ട് എന്ന്. അതിൽ ഇസ്മായിൽ അലൈഹി സ്വലാമും ഇസ്ഹാഖ് അലൈഹി സ്വലാമും നബിമാരാണ്, അതിൽ തർക്കമില്ല. അതോടുകൂടി മദായിനും നബിമാരാണ്, അതിലും തർക്കമില്ല. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് വിശദമായ ചർച്ച പശ്ചിമേഷ്യൻ ചരിത്രങ്ങളിൽ കാണുന്നില്ല. ആവട്ടെ, അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നതുപോലെ ഈ സയ്യിദ ബിന്ത് മുവാദ് ബിൻ അംർ എന്ന് പറയുന്ന ജുർഹുകാരിയായിരിക്കുന്ന സ്ത്രീയിൽ 12 മക്കൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്വലാമിന് ജനിച്ചു. ആധുനിക അറബികളുടെ പിതാവ് ഇസ്മായിൽ അലൈഹി സ്വലാമാണ്. അവർക്ക് പറയാ അൽ അറബുൽ മുസ്താരിബ എന്ന. അൽ അറബുൽ മുസ്താരിബ, അറബി വൽക്കരിക്കപ്പെട്ട അറബികളാണ് അവർ. ജന്മന ഇസ്മായിൽ അലൈഹി സ്വലാം അറബി അല്ല, അറബി ആയതാണ്. പക്ഷേ യഥാർത്ഥ അറബി ഇന്ന് അവരാണ്. ഈ 12 മക്കളിലൂടെയാണ് പിന്നീട് അറബികൾ വളർന്നു വന്നതും അറബി ലോകത്ത് അറബി ജനത വ്യാപിച്ചതും. അതിൽ പ്രധാനികളായ 2 മക്കളായിരുന്നു നാബിത്ത് എന്നും ഖൈദർ എന്ന പേരിൽ 2 മക്കൾ ഇസ്മായിൽ അലൈഹി സ്വലാമിനുണ്ടായിരുന്നു. ഇവിടെ നിർത്തുകയാണ്. അതിൽ ഏറ്റവും പ്രശസ്തനും മാതൃകായോഗ്യനും പിതാവിൻ്റെ തനിപ്പകർപ്പായ നല്ല ദീനിയും യോഗ്യനുമായ മാതൃകാ പുരുഷനായിരുന്നു നാബിത്ത്. ഈ നാബിത്തിൻ്റെ പരമ്പരയിലാണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. നിർത്തുകയാണെന്ന് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് ചുരുക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇപ്പം ചുരുക്കത്തിൽ 5 നബിമാരാണ് അറബികളായിട്ട് ലോകത്ത് അറിയപ്പെട്ടത്. ഒന്ന് ബഹുമാനപ്പെട്ട ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. യമൻ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളിൽ ആണ് ബഹുമാനപ്പെട്ട ഹൂദ് അലൈഹിസ്സലാം ജീവിച്ചതും ദഅവത്ത് നടത്തിയതും. യമനിലാണ് മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. രണ്ടാമതറിയപ്പെട്ട പൂർവ്വ പ്രവാചകന്മാരിൽപ്പെട്ട മഹാനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ രണ്ടുപേരും പൂർവ്വ അറബി അറബുൽ ബായിദ എന്ന് പറയുന്ന ആദ്യകാല അറബികളിൽപ്പെട്ടവരാണ്, അറബികളായ 2 നബിമാർ. മൂന്നാമത് പിന്നെ പ്രശസ്തനായി അറിയപ്പെട്ട നബിയാണ് ബഹുമാനപ്പെട്ട ഷുഐബ് അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യാപിതാവ് ഷുഐബ് അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മദിയൻ എന്ന മകൻ്റെ മക്കൾ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ഷുഐബ് അലൈഹിസ്സലാം ജനിക്കുന്നത്. മഹാനവർകൾ അറബിയാണ്. പിന്നീട് വന്ന 4ാമത്തെ അറബിയായ നബിയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അവസാനത്തെയും അന്ത്യപ്രവാചകനും അഷ്റഫുൽ ഖൽഖുമാവുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് 5ാമത്തെ അറബിയായ നബി. ഇങ്ങനെ 5 പേരെ ചരിത്രത്തിൽ അറബികളായി നബിമാരായി വന്നതായി കാണുന്നുള്ളൂ. അതിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യം വരുന്നത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മകൻ നാബിത്തിൻ്റെ പരമ്പരയിലാണ്. ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് ചുരുക്കി അവിടുന്ന് കീഴ്പോട്ടുള്ള പോപ്പമാർ അത് നബി അലൈഹി ഇസ്ലാം വരെ പറയേണ്ടതാണ്. പക്ഷെ അതിന് സമയം പരിമിതി മൂലം അത് ഒഴിവാക്കി ഈ നാബിത്ത് മുതൽക്ക് ഇങ്ങോട്ട് അബ്ദുള്ള വരെയുള്ള ഒരു ചെറിയ ഒരു വിവരണം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് കടന്നു വന്ന് അവിടുത്തെ ചരിത്രം നമുക്ക് വിശദമായിട്ടല്ലെങ്കിൽ പോലും ചെറിയ തോതിലെങ്കിലും ഒന്ന് പഠിച്ച് ആരാണ് നമ്മുടെ നബി എന്നൊന്ന് മനസ്സിലാക്കണം. പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മളോട് കഴിയില്ലെങ്കിലും നമുക്ക് ഒന്നും അറിയില്ല, നമ്മളൊന്നും മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് കൈകെട്ടി ഒഴിഞ്ഞു മാറാൻ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ നടപടികൾ, അവിടുത്തെ യുദ്ധങ്ങൾ, അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ ആയുധങ്ങൾ, വസ്ത്രങ്ങൾ എന്ന് തുടങ്ങി അവിടുത്തെ മൊയ്ജിസത്ത്, ഖുസൂസിയത്ത് തുടങ്ങിയ ആ ജീവിതത്തിൻ്റെ വിവിധ ഏടുകളിലേക്ക് ഒരു എത്തിനോട്ടം ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവിടുത്തെ സുന്നത്തിനെ ഇത്തിബായ് ചെയ്ത് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിച്ച് ആ ഹബീബിൻ്റെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി റബ്ബിൻ്റെ ലിഖാ കാണാൻ നമുക്കും മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും സ്നേഹജനങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.